നമസ്കാരം, ഉപാസനയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം അർജുനൻ ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ വീഡിയോയിലും അതെ, അർജുനൻ്റെ ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല. അർജുനൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദ യോഗത്തില് 38-39 ശ്ലോകങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേച്ഛ പാതകം കഥം ന നേയമസ്മാഭി പാപാദസ്മാന്നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യഭ്യർജനാർദ്ദന. 38-39 ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങളുടെ വാക്യാർത്ഥത്തിൽ പറയുന്നത് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ജനാർദ്ദന, അത്യാഗ്രഹം കൊണ്ട് ബുദ്ധികെട്ട ഇവർ കുലനാശം കൊണ്ടുള്ള ദോഷവും മിത്രങ്ങളെ ദ്രോഹിക്കുന്നതിലുള്ള പാപവും കാണുന്നില്ലെങ്കിലും കുലക്ഷയം കൊണ്ടുള്ള ദോഷം കാണുന്ന നമ്മൾ ഈ പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് മനസ്സിലാക്കേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു സംശയമാണ്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഒരു സംശയമാണ് ഈ ശ്ലോകങ്ങളിൽ കൂടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. എങ്ങനെയാണ് അത്യാഗ്രഹം കൊണ്ട് ബുദ്ധികെട്ട ഇവർ, ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ, കുലനാശം കൊണ്ടുള്ള ദോഷവും മിത്രങ്ങളെ ദ്രോഹിക്കുന്നതിലുള്ള പാപവും ഒന്നും അറിയുന്നില്ല, അതുകൊണ്ടാണ് അവര് നമ്മളോട് യുദ്ധത്തിന് വരുന്നത്. എന്നാൽ ഈ കുലക്ഷയം കൊണ്ടുള്ള ദോഷം പാപമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദോഷത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന നമ്മൾ ഈ പാപത്തിൽ നിന്ന് സ്വമേധയാ വേർതിരിയേണ്ടതല്ലേ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണുമ്പോൾ, ഒരു വ്യക്തി ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേപോലെ അതിന് തിരിച്ചടി നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതെയായി തീരും, ഒരേപോലെ തന്നെ ആയിത്തീരും. മറിച്ച് അവർ ദോഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതേ ദോഷം തന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നമുക്ക് പിന്തിരിഞ്ഞു പോരാം. അങ്ങനെ പോരുമ്പോൾ ഒരു പക്ഷേ ഒരു സമൂഹം നമ്മളെ ഭീരു എന്ന് വിളിച്ചേക്കാം. പക്ഷെ അതൊരു തിരിച്ചറിവാണ്. പലപ്പോഴും രണ്ട് കൈയും കൂട്ടി അടിക്കുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഒരു വ്യക്തി സ്വമേധയാ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി പിന്തിരിയുന്നത് ഒരു പരാജയമല്ല, പകരം അത് ഒരു തരത്തിലുള്ള വിജയമാണ് എന്ന് നമുക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ എല്ലായിടത്തും അത് നടക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ പാപി എന്നും പാപം ചെയ്തുകൊണ്ടേയിരിക്കും, പിന്തിരിഞ്ഞു പോരേണ്ടവൻ എന്നും പിന്തിരിഞ്ഞു പോതുകൊണ്ടേയിരിക്കും. ചില സമയങ്ങളിലെങ്കിലും പാപം ചെയ്യുന്നവർക്ക് തിരിച്ചടി അനിവാര്യമാണ്. അതിന് യോഗ്യതയുള്ള ആളുകളിൽ നിന്ന് എന്താണോ അവിടെ പാപമായിട്ടുള്ളത് അത് പാപമാണ്, അതിന് തിരിച്ചടി കൊടുക്കണമെന്ന് അറിവുള്ള, അതിനുള്ള ശക്തിയുള്ള ആളുകളിൽ നിന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തിരിച്ചടികൾ നേരിടുമ്പോഴാണ് നാളെ ആ പാപത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കാനുള്ള ബോധം ഈ അധർമ്മികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ അധർമ്മികളെ തിരിച്ചടിക്കേണ്ടത് ധർമ്മത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും ആ അധർമ്മികളെ വെറുതെ വിട്ട് അവർക്ക് അറിവില്ലായ്മയാണെന്ന് നനച്ച് നമുക്ക് മാറിപ്പോന്നോടെ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം, പക്ഷെ ഭഗവാൻ ഇവിടെ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം എന്തുകൊണ്ടാണ്?
ഭഗവാൻ ലോകരക്ഷകനാണ്, സ്ഥിതിയുടെ ദേവനാണ്. അധർമ്മത്തിന്റെ ആധിക്യം ഉണ്ടാകുമ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, എവിടെയൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അവിടെയെല്ലാം അധർമ്മത്തെ ക്ഷയിപ്പിച്ച് ധർമ്മത്തെ ഉദ്ധരിക്കാൻ വേണ്ടി അവതാരം കൊണ്ടവരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന് അങ്ങനെ മാറിപ്പോരാൻ സാധിക്കില്ല. ഭഗവാന് ആ അധർമ്മത്തിന്റെ മേൽ വിജയം നേടിയേ പറ്റൂ. അല്ലെങ്കിൽ അങ്ങനെ വിജയം നേടി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഭഗവാന്റെ ധർമ്മമാണ്. അപ്പൊ അതിനുവേണ്ടി ആ കർമ്മം നിവർത്തിക്കാൻ വേണ്ടി ഭഗവാൻ തൻ്റെ ഒപ്പം ധർമ്മിഷ്ഠരായ കുറെ ആളുകളെ കൂട്ട് ചേർത്തിട്ടുണ്ട്. അതാണ് നാരായണന്റെ ഒപ്പമുള്ള നരൻ അർജുനൻ, അല്ലെങ്കിൽ പാണ്ഡവപക്ഷം. അപ്പൊ അതുകൊണ്ട് ആണ് അർജുനൻ ഇങ്ങനെ ചോദിച്ചു എങ്കിലും എന്നാൽ ശരി നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് ഭഗവാൻ യുദ്ധമുഖത്തുനിന്ന് പോയിട്ടില്ല. നമുക്ക് കാണാം അവിടെ യുദ്ധം സംഭവിക്കുക തന്നെ ചെയ്തു. ഇവിടെ ചില സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഭഗവാന്റെ ചില പ്രവൃത്തികൾ നമ്മൾ അനുകരിക്കാൻ നോക്കിയാൽ അത് നമുക്ക് ആപത്താവും. ഭഗവാന്റെ പ്രവൃത്തികൾ, ആ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് സാധാരണക്കാരായ നമുക്ക് വേണ്ട ഗുണം. ഭഗവാൻ അടിച്ചു, തിരിച്ചടിച്ചു, എന്നാൽ ഞാനും അടിക്കട്ടെ എന്ന് എല്ലായ്പ്പോഴും നമ്മൾ ചിന്തിച്ചാൽ നമ്മളത് മനസ്സിലാക്കണം. നമുക്കതിനുള്ള ശക്തിയുണ്ടോ, ആ സാഹചര്യം തിരിച്ചടിയുടെ തന്നെയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മളുടെ ഒരു വിവേകം, തിരിച്ചടിക്കണ്ട എന്ന തീരുമാനം ഒരു പക്ഷേ മറ്റൊരു വ്യക്തിയെ പുനർവിചിന്തനത്തിനിടയാക്കി തെറ്റിൽ നിന്ന് നന്മയിലേക്ക് മാറാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ പിന്തിരിയുന്നത് ഒരു ദോഷമല്ല. ഭഗവാൻ ചെയ്ത പോലെ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന്. ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നാം ഓരോരുത്തരും നമ്മുടെ ശക്തിക്കനുസരിച്ച്, നമ്മുടെ ജ്ഞാനത്തിനനുസരിച്ച്, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് അത് മനനം ചെയ്ത് അത് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളൊരു സംസ്കാരമുള്ളവരായി മാറുന്നത്. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നാം സ്വാംശീകരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സംസ്കരിച്ചെടുത്ത് അത് പ്രാവർത്തികമാക്കുക. ഭഗവാൻ ആ സാഹചര്യത്തിൽ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഭഗവാൻ അത് പ്രവർത്തിച്ചേ തീരൂ. ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അനുകൂലമായ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ആ സാഹചര്യത്തിന് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ബുദ്ധി കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശോഭനമായിട്ടുള്ളത്. ഇത് തന്നെയാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചതും. പക്ഷേ ഭഗവാൻ അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഭഗവാൻ എല്ലാവിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ ധർമ്മം പുനഃസ്ഥാപിക്കണമെങ്കിൽ അധർമ്മികളെ അടിച്ചമർത്തുക തന്നെ വേണം. അപ്പം അതുകൊണ്ട് സാഹചര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഭഗവത് തത്വങ്ങൾ ജീവിതത്തിൽ സ്വാംശീകരിക്കാനും ആ ഭഗവത് തത്വങ്ങളുടെ സത്ത വേർതിരിച്ചെടുത്ത് സ്വജീവിതത്തിൽ ഉപയോഗിക്കാനും ഓരോരുത്തരും പ്രാപ്തരാവുക എന്നത് വളരെ വലിയ കാര്യമാണ്. അത് ഈ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. നല്ലൊരു ഗുരുവിൻ്റെ ഉപദേശം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഓരോ സാഹചര്യങ്ങളെ വിലയിരുത്താനും നമ്മുടെ പിന്നിൽ നമ്മുടെ അന്ധത ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ ഒപ്പം ഒരു ഗുരു ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂട്ടുപിടിക്കാവുന്ന സർവേശ്വരൻ ആയ ജഗദ്ഗുരുവായ ഭഗവാൻ തന്നെ നേരിട്ട് ഭഗവത്ഗീതയിൽ കൂടെ ഇത്രയും നല്ല ഉപദേശം നമുക്ക് തരുമ്പോൾ നമ്മൾ എന്തിനാണ് മറ്റുള്ള ഇടങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്? ചേർത്ത് പിടിക്കാം നമുക്ക് ഓരോരുത്തർക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ആ ഭഗവത് വാക്യങ്ങളെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.